വിശക്കുമ്പോൾ കഴിക്കേണ്ട ഭക്ഷണം വിശപ്പില്ലാത്ത സമയത്ത് നിത്യവും ഒരാൾ കഴിക്കുന്നു എന്ന് വിചാരിക്കുക. ദഹന പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്പം പോലും ഉത്കണ്ഠയില്ലാതെ അയാളുടെ ശരീരത്തിന് ദോഷം വരുത്തുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ ശരീരത്തെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ പുറന്തള്ളാൻ കഴിയാതെ വീണ്ടും വീണ്ടും കഴിച്ച ഭക്ഷണം പുറന്തള്ളുന്ന ജോലി മാത്രം ശരീരം ചെയ്യുന്നു. ഈ അവസ്ഥയെ തടയാൻ ശരീരം ശ്രമിക്കും. ഇതാണ് പനിയായിട്ട് കാണപ്പെടുന്നത്. ആരോഗ്യമുള്ളൊരു ശരീരമാണെങ്കിൽ ഭക്ഷണത്തിലൂടെയും ശ്വസനത്തിലൂടെയും ശരീരത്തിന് ലഭിക്കുന്ന ഊർജം ഒരു 99% ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ ശരീരത്തിന്റെ പ്രവർത്തനത്തിനായി ഒരു 33%, ദഹനത്തിനായി ഒരു 33%, പരിപാലനം ശരീരത്തിന്റെ മൊത്തം പരിപാലനത്തിനായി ഒരു 33% ഊർജം വിഭജിക്കപ്പെടുന്നു. ശരീരത്തിന്റെ പ്രവർത്തനം എന്നാൽ ഒരു വ്യക്തി ഇരിക്കുന്നു, നടക്കുന്നു, ജോലികൾ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ശരീരത്തിന്റെ ഡെയിലി റുട്ടീനെല്ലാം വേണ്ടിയിട്ട് ഒരു എനർജി ആവശ്യമുണ്ട്. ദഹനത്തിനായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാനായിട്ട് ഒരു 33% നമ്മുടെ ശരീരത്തിന് എനർജി ആവശ്യമുണ്ട്. ശരീരത്തിന്റെ മൊത്തം പരിപാലനത്തിനായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ പുറന്തള്ളുന്ന ഒരു രീതിയുണ്ട്. ശരീരത്തെ പല രീതിയിൽ പല ഏരിയയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാം. അത് വായു രൂപത്തിലോ മലത്തിന്റെ രൂപത്തിലോ കഫത്തിന്റെ രൂപത്തിലോ ദ്രാവക രൂപത്തിലോ ഏത് രൂപത്തിലാണെങ്കിലും അത് അടിഞ്ഞുകൂടിയേക്കാം. ഇത് ശരീരം പുറന്തള്ളാനായി തീവ്രമായ നടപടി സ്വീകരിച്ചേക്കാം. ഇത് പുറന്തള്ളുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിലവിലുണ്ടായിരുന്ന താപനിലയെ വിട്ട് ഒരു ഉയർന്ന താപനില ആവശ്യമായി വരാറുണ്ട്. ഇത്തരത്തിൽ പനിയായിട്ട് നമുക്ക് കാണപ്പെടും. ഈ പനിക്കുമ്പോൾ പൊതുവെ സാധാരണ ഉണ്ടായിരുന്ന വിശപ്പും ദാഹവും മൊത്തത്തിലുള്ള ആക്ടിവിറ്റീസും ഒക്കെ കുറവായിരിക്കും. നമ്മൾ മാക്സിമം റെസ്റ്റ് എടുക്കുകയും അല്ലെങ്കിൽ നമ്മൾ ആ പനിയെ പരിപാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ശരീരത്തിലുണ്ടായിരുന്ന ഈ മാലിന്യങ്ങളെ പുറന്തള്ളാനും നമ്മുടെ പനിയെ നല്ല രീതിയിൽ കുറയ്ക്കുവാനും സാധിക്കും. പൊതുവെ നമ്മൾ പനി ഒരു ഭയത്തോടെയും ഒരു രോഗമായിട്ടും ഒക്കെയാണ് നമ്മൾ കാണാറുള്ളത്. അതിൽ മാറ്റം വരുത്തി നമ്മൾ ഇത് ശരീരത്തിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി ഇത് മാലിന്യങ്ങളെ പുറന്തള്ളാനായി ശരീരം തന്നെ പ്രതിരോധിക്കുന്ന ഒരു രീതിയായി കണ്ടുകൊണ്ട് നമ്മളിതിനെ സ്വീകരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.